Show that the function f from n to n, where n is a set of natural numbers given by f of n equal to n minus 1 if n is even, n plus 1 if n is odd, is a bijection. So നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ അത് ബൈജെക്ഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ബൈജെക്ഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം? 1 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് ആദ്യം 1 1 ചെക്ക് ചെയ്യാം. ഓക്കെ, 1 1 ചെക്ക് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് എന്താണ്? നമ്മൾ എടുക്കും എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എടുത്തിട്ട് നമ്മൾ കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു വരോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എടുക്കാം. എഫ് ഓഫ് എക്സ് ടു. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ അതിനുള്ള പോസിബിലിറ്റീസ് നോക്കാം. നമുക്ക് എക്സ് വണ്ണും എക്സ് ടുവും രണ്ടും ഈവൻ ആകാം, എക്സ് വണ്ണും എക്സ് ടു രണ്ടും ഓടും ആകാം, എക്സ് വണ്ണും എക്സ് ടുവും രണ്ടും ഒന്ന് ഓടും മറ്റൊന്ന് ഈവനും ആകാം. അങ്ങനെ വേണമെങ്കിലും വരാം അല്ലേ? കാരണം എക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഈവൻ കേസും ഓഡ് കേസും സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എക്സ് അല്ല, നമുക്ക് n1 n2 എടുക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ n1 n ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് n1 n2 ആയിട്ട് എടുക്കാം. എഫ് ഓഫ് n1 ഈക്വൽ ടു എഫ് ഓഫ് n2. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള n1 ഈക്വൽ ടു n2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം നമുക്ക് കേസ് 1 നോക്കാം. കേസ് 1 എന്താണ്? n1 ആൻഡ് n2 ആർ ഈവൻ. ഓക്കെ, രണ്ടും ഈവൻ ആയാൽ എന്താണ് നമുക്കറിയാം? എഫ് ഓഫ് n1 ഈക്വൽ ടു എഫ് ഓഫ് n2. എഫ് ഓഫ് n2 എന്ന് പറയുന്നത് n1 എന്താണ് മക്കളെ? n1 എന്ന് പറയുന്നത് ഈവൻ ആണ്. സോ അതുകൊണ്ട് തന്നെ n1 മൈനസ് 1 വരും. ഓക്കെ, n2 എന്ന് പറയുന്ന ഈവൻ ആയതുകൊണ്ട് തന്നെ n2 മൈനസ് 1 വരും, വിച്ച് ഇംപ്ലൈസ് n1 ഈക്വൽ ടു n2. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ബോത്ത് ആർ ഓഡ്. കേസ് 2 n1 ആൻഡ് n2 ആർ ഓഡ്. ഓക്കെ, രണ്ടും ഓഡ് വരുന്ന കേസ് നോക്കാം. രണ്ട് ഓഡ് വരുന്ന കേസ് എഫ് ഓഫ് n1 ഈക്വൽ ടു എഫ് ഓഫ് n2 എന്ന് പറയുമ്പോൾ സെയിം രീതിക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? n1 plus 1 equal to n2 plus 1, which implies നമുക്ക് പറയാം n1 equal to n2. ഓക്കെ, ഇനി നമുക്ക് കേസ് 3 ആണ് വരുന്നത്. n1 ഓടും n2 ഈവനും. ഓക്കെ, അത് നമുക്ക് ജനറൽ ആയിട്ട് പറയാം. ഓക്കെ, n1 ഓടും, കേസ് 3 ആയിട്ട് എടുത്ത് തന്നെ പറയാം. കേസ് 3 എന്താണ് മക്കളെ? കേസ് 3 എന്ന് പറയുന്നത് n1 ഓടും ആൻഡ് n2 ഈവനും. തിരിച്ചു വന്നാലും വരാം. ഓക്കെ, അപ്പൊ നമുക്കിത് നമ്മളുടെ കേസ് 3 ആയിട്ട് എടുക്കുകയാണ്. സോ രണ്ടും ഒന്ന് ഓടും മറ്റൊന്ന് ഈവനും. അത് പോസിബിൾ ആണ് മക്കളെ. n1 ഓടാണെങ്കിൽ, ഓക്കെ, n1 ഓടാണെങ്കിൽ നോക്കിക്കേ, n1 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? ഈവൻ ആണ്. സോ അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ് മക്കളെ? എഫ് ഓഫ് n1 ഈവൻ ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ n2 ഓടാണെങ്കിൽ, സോറി ഓടല്ല ഈവൻ, നമ്മളടുത്ത് ഈവൻ അല്ലേ എടുത്തത്. ഈവൻ ആണെങ്കിൽ n2, സോറി ഈവൻ ആണെങ്കിലാണ് ഇവിടെ പ്ലസ് ആണ്. ഓട് വരുമ്പോൾ n പ്ലസ് 1 ആണ്. സോ n1 പ്ലസ് 1. ഓക്കെ, സോ അതെന്തായാലും ഈവൻ ആയിരിക്കും. ഏതൊരു ഓഡ് നമ്പറിന്റെയും ഒന്ന് കൂട്ടിയാൽ ഈവൻ നമ്പർ ആണ് വരുന്നത്. ഇനി നമ്മളടുത്ത് n2 ഈവൻ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ n2 മൈനസ് 1 അതെന്തായിരിക്കും? ഓടായിരിക്കും. ഏതൊരു ഈവൻ നമ്പറിൽ നിന്നും ഒന്ന് കുറച്ചാൽ നമുക്ക് ഓഡ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്, വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് n2 ഓടാണ്. സോ n1 ഈവനും n2 ഓടുമായിട്ട് എടുക്കുന്ന കേസിൽ എഫ് ഓഫ് n1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് n2 ആകും. അവരുടെ ഔട്ട്പുട്ട് ഈക്വൽ ആകത്തില്ല. ഔട്ട്പുട്ട് ഈക്വൽ ആകുന്ന കേസിൽ മാത്രം നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? ഇൻപുട്ടും സെയിം ആയിരിക്കണമെന്ന് ചെക്ക് ചെയ്താൽ മതി. സോ എഫ് ഓഫ് n1 ഈക്വൽ ടു എഫ് ഓഫ് n2 എന്ന് പറയുന്ന കേസ് 3 പോസിബിൾ അല്ല. ഓക്കെ, സോ കേസ് 3 നോ നീഡ് ടു ചെക്ക്. ഓക്കെ, നോട്ട് ആപ്ലിക്കബിൾ. അതിന്റെ ആവശ്യമില്ല, ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. കാരണം എന്തുകൊണ്ട്? അതിന്റെ ബേസിക് കണ്ടീഷൻ പോലും അവിടെ ആപ്ലിക്കബിൾ ആകില്ല. ഓക്കെ, സോ നമ്മളുടെ കേസ് 1ഉം കേസ് 2ഉം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ n1 ഈക്വൽ ടു n2 തന്നെ കിട്ടി. ഓക്കെ, therefore എഫ് ഓഫ് n1 ഈക്വൽ ടു എഫ് ഓഫ് n2 implies n1 ഈക്വൽ ടു n2. ഓക്കെ, therefore എഫ് ഈസ് 1 1. എഫ് 1 1 ആണ്. ഇനി നമുക്ക് അടുത്ത് എന്താണ്? ഓൺ ടു ആണോ എന്നാണ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഓൺ ടു ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഓൺ ടു ആണ് ചെക്ക് ചെയ്യേണ്ടത്. അടുത്തപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഓൺ ടു ആണ്. ഓക്കെ, സോ ഓൺ ടു ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ നോക്കിയാൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ്. സോ നമുക്ക് ആ ഫംഗ്ഷൻ മാത്രം ഒന്ന് കോപ്പി എടുക്കാം. സോറി, എഫ് എൻ നമുക്ക് എഴുതാം. സോ എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ മൈനസ് 1, എൻ ഈസ് ഈവൻ. ഓക്കെ, എൻ പ്ലസ് 1, എൻ ഈസ് ഓഡ്. ഓക്കെ, സോ നമ്മൾ എടുക്കുന്നത് സം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നാണ് എടുക്കുന്നത്. നമുക്കിവിടെ n ആയതുകൊണ്ട് എഫ് ഓഫ് n ഈക്വൽ ടു സം വൈ ആയിട്ട് എടുക്കാം. ഓക്കെ, സോ അപ്പൊ നമ്മൾ y ആണ് നമ്മൾ ഇനി ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. സോ ഏതൊരു ഔട്ട്പുട്ട് എടുത്താലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻപുട്ട് ഇതിന്റെ അകത്ത് പറയാൻ പറ്റുന്നുണ്ടോ എന്നാണ് എന്ത് ചെയ്യാൻ പോകുന്നത് മക്കളെ? നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. സോ n to n ആണ്.
സോ നാച്ചുറൽ നമ്പേഴ്സ് ആണ് എടുക്കുന്നത്. സോ y എന്തായിരിക്കും? നാച്ചുറൽ നമ്പറിലെ എലമെന്റ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ലെറ്റ് y എലമെന്റ് ഓഫ് n. y എലമെന്റ് ഓഫ് n ആണെങ്കിൽ രണ്ട് കേസസ് പറയാം. കേസ് 1 എന്താണ്? y ഓഡ് ആകാം. y ഓഡ് ആണെങ്കിൽ എന്ത് പറയാം മക്കളെ? y ഓഡ് ആണെങ്കിൽ നമുക്കറിയാം y പ്ലസ് 1 എന്ന് പറയുന്നത് ഈവൻ ആണ്. y പ്ലസ് 1 ഈസ് ഈവൻ. ഓക്കെ, സോ y പ്ലസ് 1 എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. സോ എഫ് ഓഫ് y പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഈവൻ ആകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ -1 ചെയ്യുക. സോ y പ്ലസ് 1 മൈനസ് 1 ഈക്വൽ ടു 1. ഓക്കെ, സോ നമുക്ക് ഈവൻ ആയിട്ട് ഒരെണ്ണം കിട്ടി, അതായിട്ട്. ഓക്കെ, ആൻഡ് എലമെന്റ് ഓഫ് എന്നും ആയിരിക്കും. ഓക്കെ, ഒന്ന് കൂട്ടിയെന്ന് വെച്ച് അത് എന്നിൽ എലമെന്റ് തന്നെ വരും. ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പേഴ്സിന്റെ കൂടെ ഒന്ന് കൂട്ടിയെന്ന് വെച്ചാൽ അത് എന്നിൽ എലമെന്റ് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്ന മക്കളെ? കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത് നോക്കുന്നത് ഓഡിന്റെ കേസാണ്. നോക്കി, ഓട് അപ്പോൾ 1 വരെയാണെങ്കിൽ 2 എടുക്കുമ്പോൾ 2 കാട്ടി 1 കുറയുമ്പോൾ 1 തന്നെ കിട്ടും. ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത കേസ് എന്ന് പറയുന്നത് 1 y ഈവൻ ആകുമ്പോൾ. കേസ് 2 എന്ന് പറയുന്നത് y ഈവൻ. ഓക്കെ, y ഈവൻ ആവുന്ന കേസാണ്. ഓക്കെ, y ഈവൻ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ, സോ 2, 4 ഒക്കെയാണ് നമ്മളെ y ആയിട്ട് ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ y -1 എന്ന് പറയുന്നത് എന്താണ്? ഓടാണ്. ഓക്കെ, y -1 ഓടാണ്. അതിന്റെ എലമെന്റ് ഓഫ് എന്നുമാണ്. നാച്ചുറൽ നമ്പേഴ്സിൽ എലമെന്റ് ആയിരിക്കും. കാരണം ഈവൻ ആയതുകൊണ്ട് ഈവനിൽ നിന്ന് 1 കുറച്ചാൽ എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ തന്നെ കിട്ടും. ഓക്കെ, 1ൽ നിന്ന് 1 കുറച്ചാൽ മാത്രമേ നാച്ചുറൽ നമ്പർ കിട്ടത്തുള്ളൂ. 1 ഓടല്ല, അതുകൊണ്ട് ആ പ്രശ്നവും ഇല്ല. ഓക്കെ, സോ എഫ് ഓഫ് y -1 എന്ത് കിട്ടും? എഫ് ഓഫ് y -1 എന്ന് വെച്ചാൽ y -1 + 1 ആണ് ചെയ്യേണ്ട, y തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ഏത് നാച്ചുറൽ നമ്പേഴ്സിൽ ഏതൊരു y എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? പ്രീ ഇമേജ് പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, therefore f is onto. അപ്പൊ നോക്കിക്കേ, ഇവിടെ 1 1 ആണ്, on 2 ആണ്. സിൻസ് f is 1 1 and onto, f is bijection. ഓക്കെ, എന്ന് പറയുന്ന ബൈജക്ഷൻ ആണ്.